Hello friends, TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു വൈറൽ ആകാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഈ വൈറൽ ആകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ അകത്ത് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ എത്ര മികച്ച രീതിയിൽ യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടും അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ലോ ക്വാളിറ്റിയിലേക്ക് ആയി പോകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ഒരു മിക്ക യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഷോർട്സിന്റെ ക്വാളിറ്റി ഡിക്രീസ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേറെ ആരും പറഞ്ഞു തരാത്ത അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്രിയേറ്റർ പോലും ഇതുവരെ പറഞ്ഞു തരാത്ത ഏറ്റവും മികച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഷോർട്സ് എങ്ങനെ 4K ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ചെയ്യാം എന്നുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ വ്യൂസോ കുറവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ മികച്ച രീതിയിലുള്ള യൂട്യൂബ് ഷോർട്സ് നല്ല വ്യൂസും അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിലും നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിനെ എങ്ങനെ മില്യൺസ് ഓഫ് വ്യൂസിലേക്ക് നമുക്ക് എത്തിക്കാം എന്നുള്ള കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണണം. കാരണം ഞാൻ ചെയ്യുന്ന ഈ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്താലും ആ വീഡിയോയുടെ ക്വാളിറ്റി ഡിക്രീസ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം നിങ്ങൾ വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുക. എന്നാൽ ഫുൾ 4K ക്വാളിറ്റിയിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് അടിപൊളിയായിട്ട് റൺ ആവുന്ന 100% ഞാൻ ഷുവർ പറയുന്നു. അതുപോലെ ആ വീഡിയോയിൽ നിന്നും നല്ല വ്യൂസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഒരു യൂട്യൂബ് ഷോർട്സ് 4K ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി 4K എന്നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഹൈ പെർഫോമൻസിൽ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ഇറങ്ങുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരു യൂട്യൂബ് ഷോർട്സ് വൈറലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു യൂട്യൂബ് ഷോർട്സ് വളരെ മികച്ച രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സെറ്റിങ്സുകൾ ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിന് നല്ല മില്യൺസ് ഓഫ് വ്യൂസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിങ്സുകളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി കുറയാണ്ട് നമുക്ക് നല്ല 4K ക്വാളിറ്റിയിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് യൂട്യൂബിൽ റൺ ആവുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഈ സെറ്റിങ്സുകൾ ചെയ്യാം? അതായത് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് വൈറലാക്കുന്നതിന് വേണ്ടി യൂട്യൂബ് ഷോർട്സിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഡിക്രീസ് ചെയ്യാണ്ട്, അതായത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഒരിക്കലും കുറയാണ്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടുള്ള ആ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു പിക്ചറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറാണത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പിക്ചറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിരവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നാലാമത്തേതായിട്ട് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഓൺ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈ പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് താഴെയായിട്ടാണ് കാണുന്നത്. ഹൈ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷനും അതിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പിക്ചർ ക്വാളിറ്റി, അതായത് നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പിക്ചർ ക്വാളിറ്റി ഹൈ ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷനും നിങ്ങൾ ഹൈ ആയിട്ട്, അതായത് ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. ഈ രണ്ട് സെറ്റിങ്സുകളും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ കൊടുത്തിടുക. ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ലോഗിൻ ചെയ്യുന്ന ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അതിൽ നിങ്ങളുടെ വീഡിയോ പ്രിഫറൻസിൻ്റെ ക്വാളിറ്റി മൊബൈൽ നെറ്റ്വർക്കിലും അതുപോലെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ അകത്തും ഇതുപോലെ ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഈ കാര്യം ഓർത്ത് വെക്കണം. ഇനി അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത്
അപ്പോൾ ആ രണ്ട് സെറ്റിങ്സുകൾക്ക് ശേഷം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് ഈ ഡേറ്റ സേവിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഓഫാണോ എന്നുള്ളത് നിങ്ങൾ 100% നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഡേറ്റ സേവിങ് മോഡ് എന്ന് പറയുന്നത് എനേബിൾ ചെയ്തിടാൻ പാടില്ല. ഇപ്പോൾ ഇത് ഡിസബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോക്കുക, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സെറ്റിങ്സുകളെല്ലാം നോക്കുക. ഈ സെറ്റിങ്സിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന ഡേറ്റ സേവിങ് മോഡ് ഡിസബിൾ ആക്കി തന്നെ ഇടുക. അതുപോലെ ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ഉണ്ട്, റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി. ഇതിപ്പോൾ ഡിസബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ കിടക്കണം. കാരണം നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എനേബിൾ ആണെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ക്വാളിറ്റി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഓപ്ഷനൊക്കെ ഡിസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി, റെഡ്യൂസ് സ്മാർട്ട് ഡൗൺലോഡ് ക്വാളിറ്റി, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിസബിൾ ആക്കി ഇടുക. അതായത് ഇത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊന്നും നിങ്ങൾ എനേബിൾ ചെയ്തിടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡേറ്റ സേവിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററാണ്, നിങ്ങൾ അപ്ലോഡ് വീഡിയോ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഓപ്ഷൻസ് എല്ലാം ഡിസബിൾ ചെയ്തിടണം. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഇതെല്ലാം അങ്ങ് ഡിസബിൾ ആക്കി ഇടുക. പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടാമത്തെ സെറ്റിങ്സും നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് എന്താണെന്നുള്ള കറക്റ്റ് കാര്യം പറഞ്ഞു തന്നു. അതുപോലെ രണ്ടാമത്തെ സെറ്റിങ്സ്, അതായത് ഡിസബിൾ ചെയ്തിടേണ്ട ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു സെറ്റിങ്സ് കൂടി ഉണ്ട്. അതുങ്ങളുടെ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ എന്ന് പറയുന്ന ഈ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിൽ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഒൺലി വെൻ ഓൺ വൈഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓൺ എനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കാണാം. അതിൽ നിങ്ങൾ ഓൺ എനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണോ നിങ്ങളുടെ ജനറലിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് കിടക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ആക്കുക. അപ്പോൾ ഇതാക്കി കഴിഞ്ഞ ശേഷം ക്യാൻസൽ ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം അപ്ലോഡ് എന്ന് പറയുന്നിടത്ത് സ്പെസിഫൈ നെറ്റ്വർക്ക് പ്രിഫറൻസ് ഫോർ അപ്ലോഡ് എന്ന് പറയുന്നത് കാണാം. അവിടെ നമ്മൾ ഓൾ എനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ചെയ്യുക. അതായത് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഈ സെറ്റിങ്സുകളും ഈ സെറ്റിങ്സിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സെറ്റിങ്സുകൾ ചെയ്തല്ലോ, ഇനി നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ എഡിറ്റർ എടുക്കുക. അതായത് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ VN എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ ഒരു ഷോർട്സ് ഞാൻ ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്സ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യുന്ന, അതായത് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഇപ്പോൾ വീഡിയോയുടെ സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾ ഒരു എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങളത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ 9:16 എന്ന് പറയുന്ന സ്ക്രീൻ റേഷ്യോ ആണോ സെലക്ട് ചെയ്തതെന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഐക്കണില്ലേ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നിങ്ങളുടെ ഷോർട്സിൻ്റെ ദൈർഘ്യം, അതായത് ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡിൽ കുറവാണോ എന്ന് നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം. കാരണം 60 സെക്കൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു 50-55 സെക്കൻഡ്സുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങൾ 60 സെക്കൻഡ്സ് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതിൻ്റെ ഇഷ്യൂവും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് 23.87 സെക്കൻഡ്സാണ് നമ്മൾ ഈ ഷോർട്സിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് 9:16 ആണ്. ഇതിപ്പോൾ ഓൾറെഡി ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 1080 പിക്സൽ, അതായത് 1080 പിക്സലിൽ, അതായത് 30 FPS വരുന്നതെങ്കിൽ, അതായത് ഓട്ടോ മോഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് വന്നിട്ടുണ്ടെങ്കിൽ മാനുവലാക്കി ഇവിടെ സെറ്റ് ചെയ്യുക. ഇത് VN എഡിറ്ററാണ്. VNൻ്റെ അകത്ത് വളരെ സിമ്പിളാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ VN എഡിറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓട്ടോയിൽ നിങ്ങൾ കണ്ടു, ഓട്ടോയിൽ നമുക്ക് 1080, അത് 180യിലാണ് നമ്മൾ
1080ലാണ് നമ്മൾ പിക്സൽ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ 30 FPS ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റിയിൽ കുറച്ച് ഇഷ്യൂ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാനുവൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K ആക്കി നമ്മളിവിടെ സെറ്റ് ചെയ്യുക. 4K ആക്കി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ FPS എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ FPS ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. ആവറേജ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ നമുക്കിതിവിടെ കാണാം എക്സ്പോർട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ 4K 60 FPS എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോഴാണ് നമ്മൾ ഈ അപ്ലോഡ് ഈ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് 4K റെസൊല്യൂഷനിൽ കിട്ടിയിരിക്കുന്നത്. ഓട്ടോയിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എക്സ്പോർട്ടിംഗ് സെറ്റിങ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എക്സ്പോർട്ടിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത് 1080 പിക്സലിലാണ്. അതിൻ്റെ FPS എന്ന് പറയുന്നത് 30 FPSലാണ്. പക്ഷേ മാനുവലിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 4Kയിലും അതുപോലെ 60 FPSലുമാണ്. അപ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നമുക്ക് എക്സ്പോർട്ടായി കിട്ടും. ഇതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ എറർ അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചില സമയങ്ങളിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. കാരണം നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എറർ കാണിക്കും. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയുടെ ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ ഇത് ഡൺ കൊടുക്കുകയാണ്. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഷോർട്സ് അതായത് 4K ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വീഡിയോ നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതായത് ക്രിയേറ്റഡ് ഷോർട്സ് കൊടുത്തു നമ്മൾ അത് കഴിഞ്ഞ ശേഷം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റഡ് ഷോട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗാലറിയിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഇതിലേക്ക് ലോഡായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ സെഗ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നു. ഓപ്ഷൻ അല്ല, ഒരു ഇൻവാലിഡ് എറർ മെസ്സേജ് വരുന്നു. ഈ ഒരു ഇഷ്യൂ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിലൂടെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്രോമിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കറക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അതിനുശേഷം ഇതൊന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കി കൊടുത്തു. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് യൂട്യൂബ് ചാനലിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം യുവർ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വരും. ഇതാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ, TutorVault എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്ലസ് ബട്ടൺ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് വീഡിയോ, ഗോ ലൈവ്, ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾ അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക്, അതായത് ആപ്ലിക്കേഷനിലേക്ക് പോകും. വീണ്ടും നിങ്ങൾക്ക് വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ അടിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊന്ന് അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്നതിന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ ഇൻ ന്യൂ ടാബ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടാബ് ഓപ്പൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വരിക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യുവർ വീഡിയോ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് സെലക്ട് ഫയൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ഇതിലേക്ക് ലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ എഡിറ്റ് ചെയ്ത് വെച്ച, അതായത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ നമ്മുടെ ക്രോം ബ്രൗസറിലൂടെ നമ്മൾ കയറി അതിൽ നിന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്.
ഇപ്പോൾ ഓൾറെഡി തന്നെ ഡിഫോൾട്ട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ബാക്കി സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആകും. കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ അതായത് യൂട്യൂബ് ഷോർട്സിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മെത്തേഡുകളിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ക്വാളിറ്റി ഹൈ പെർഫോമൻസിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.